ഹല്ലേലൂയ 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 ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. परमेश्वर के नाम की महिमा हो। ഇന്ന് രാത്രിയിലും നമുക്ക് ഒന്നിച്ച് ദൈവസേന കടന്നു വരുവാൻ ദൈവം സഹായിച്ചതാണ് ദൈവത്തെ സ്തുതിക്കുന്നു. इस शाम के समय में भी प्रभु की उपस्थिति में आने के लिए प्रभु ने मौका दिया, उसके लिए प्रभु की महिमा हो। നമുക്ക് ലഭിക്കുന്ന ഓരോ നിമിഷവും ദൈവത്തിന്റെ ദാനമാണ്. हर एक क्षण जो हमें मिलता है वो परमेश्वर की तरफ से दान है। നമ്മൾ ഓരോ നിമിഷവും ഇവരോടെ ആയിരിക്കും ദൈവത്തിന്റെ കൃപയാണെന്ന് ദൈവത്തെ സ്തുതിക്കണം. और हम जो प्रभु के अनुग्रह से आज भी बने हुए हैं। രാത്രി ഞാൻ പറയാൻ പോകുന്ന മെസ്സേജ് നമ്മുടെ സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകുന്നതാണ്. और आज जो शाम के समय संदेश में आपके साथ बांटता हूँ वो हमें स्वर्ग में ले जाने वाली बात है। നിങ്ങളെല്ലാവരും പറയുമായിരിക്കും ഞങ്ങൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കർത്താവിന്റെ വരവിൽ പോകാനായിട്ട് എപ്പോ കാഹളം കേൾക്കുന്നു അന്നേരം പോകാനായിട്ട് ഞങ്ങൾ റെഡി ആയിട്ടിരിക്കുകയാണ്. आप लोग सब कहेंगे कि मैंने उद्धार पाया है, परमेश्वर का प्रभु मैंने बपतिस्मा भी लिया है और परमेश्वर के आगमन होते ही जाने के लिए मैं बिल्कुल तैयार हूँ। ഈ വേദപുസ്തകം പഠിച്ചാൽ അക്കോർഡിംഗ് ടു ദ ബൈബിൾ और बाइबल के अनुसार ഇവിടെ ഇരിക്കുന്നതിൽ 90% ആൾക്കാർ പോവുകയില്ല. यहाँ पर बैठे हुए 90% लोग नहीं जाएंगे। പ്രൈസ് ദ ലോർഡ്. നമ്മളിപ്പോ സ്വർഗത്തിലോട്ട് ഒന്ന് പോകാൻ പോവുകയാണ്. अभी हम स्वर्ग में जाने जा रहे हैं। ദില്ലിയിൽ നിന്ന് നമ്മൾ ഇത്രയും പേരും സ്വർഗത്തിലോട്ട് ചേരുന്നു. तो दिल्ली से हम इतने सारे लोग स्वर्ग में प्रवेश कर जाते हैं। പിതാവായ ദൈവത്തിന്റെ അടുക്കൽ ഒരു ദൂതൻ ചെന്ന് പറഞ്ഞു ഡൽഹിയിൽ നിന്ന് കുറെ ആൾക്കാർ വന്നിട്ടുണ്ട്. और पिता परमेश्वर के करीब वो स्वर्गदूत जाकर कहता है कि दिल्ली से कुछ लोग आए हैं। ഓക്കെ, പുസ്തകം തുറക്കാൻ പറഞ്ഞു. और बोला कि ठीक है, किताब को खोलिए അവരുടെ ആരുടെയൊക്കെ പേര് ഇതിനകത്തുണ്ടെന്ന് നോക്കാം. और देखो कि उनमें से कितने लोगों के नाम यहाँ पर हैं। അവിടെ ചെന്ന ആരുടെയും പേര് അതിനകത്ത് ഇല്ല എന്ന് ദൂതൻ പറഞ്ഞു. और स्वर्गदूत ने कहा कि जितने यहाँ पर आए उनमें से किसी का नाम इस किताब में नहीं है। ദൈവം പറഞ്ഞു എല്ലാത്തിനും കൊണ്ട് നരകത്തിലോട്ട് ഇടാൻ പറഞ്ഞു. और प्रभु ने कहा कि इन सबको नरक में डाल दो। നമ്മൾ ഓരോരുത്തരും അങ്ങനെ നരകത്തിലേക്ക് പോകുന്ന ക്യൂവിൽ നിൽക്കുകയാണെന്ന് വിചാരിക്കുക. और आप लोग सोचिए कि हम लोग सब नरक में जाने वाली उस जो एक लंबी कतार है उसमें खड़े हैं। നമ്മുടെ മനസ്സിന്റെ അവസ്ഥ എന്തായിരിക്കും? तब हमारे दिल की किस प्रकार की अवस्था होगी? ഞാൻ രക്ഷിക്കപ്പെട്ടതാണല്ലോ, സ്നാനപ്പെട്ടതാണല്ലോ, എന്തുകൊണ്ടാണ് എന്റെ പേര് ജീവോത്സവത്തിൽ കാണാഞ്ഞത്? और हम सोचने लगेंगे कि मैंने उद्धार पाया है, बपतिस्मा लिया है, तो फिर जीवन की पुस्तक में मेरा नाम क्यों नहीं है? നമുക്കുണ്ടാകുന്ന ഒരു ഭയങ്കര വേദന ഉണ്ടെന്നേരം. और हमें उस वक्त एक बहुत बड़ा दर्द होगा। ഞാൻ കുറച്ചുകൂടെ ശരിയാകേണ്ടതായിരുന്നു, थोड़ा और मुझ में बदलाव आना था, കുറച്ചുകൂടെ ദൈവത്തിന് വേണ്ടി നന്നായി ജീവിക്കേണ്ടതായിരുന്നു, और थोड़ा और परमेश्वर के लिए जीवन अच्छे से बिताना था। എനിക്കൊരു അവസരം കൂടി കിട്ടിയാൽ ഞാൻ ഇനി നന്നായി ജീവിക്കും. और अगर एक और मौका मुझे मिलेगा तो मैं अच्छे से जीवन बिताऊंगा। ആ മനസ്സോടുകൂടി ഇന്ന് രാത്രി ഇരിക്കാമെങ്കിൽ, अगर इस अवस्था के साथ आज शाम के समय हम बैठते हैं ഇന്നിവിടെ പറയുന്ന ദൈവവചനങ്ങൾ ശ്രദ്ധിക്കാമെങ്കിൽ, और आज जो यहाँ बोला जाएगा उस वचन पर हम ध्यान दें, ആരൊക്കെ സ്വർഗത്തിൽ പോകുമെന്നും और जो जो स्वर्ग में जाएगा ആരൊക്കെ പോകത്തില്ല എന്നും और जो नहीं जाएगा നമുക്ക് ഇന്ന് തീരുമാനിക്കാൻ പറ്റും. वो आज हमें पता चल जाएगा। നമുക്ക് ദൈവം ഒരു അവസരം കൂടി തരികയാണ്. और परमेश्वर आज हमें एक और मौका देता है। ദൈവം നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. वो क्योंकि हमसे प्रेम रखता है। നമ്മൾ വണ്ടി ഓടിച്ചു പോകുമ്പോൾ जब हम गाड़ी को चलाते हुए जाते हैं പല രീതിയിൽ ഓടിച്ചു പോവുകയാണ്. हम बहुत अलग अलग तरीके से चलाते हैं। ചില ആക്സിഡന്റുകൾ, മാരകമായ ആക്സിഡന്റുകൾ കാണുമ്പോൾ और कुछ बड़ी दुर्घटनाओं को हम सड़क पे देखते हैं, നമ്മുടെ സ്പീഡ് ഒന്ന് കുറച്ച് और जब हम अपनी उस गति को कम करते हैं നമ്മൾ ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ച് और एक बार और ध्यान से अगर हम सोचें വണ്ടി ഓടിക്കുന്നത് പോലെ और जैसा हम गाड़ी पर ध्यान से चलाते हैं वैसे ही നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ വണ്ടി, हमारे मसीही जीवन की ये जो गाड़ी है സ്വർഗത്തിലേക്ക് പോകേണ്ട വണ്ടി, जो स्वर्ग की तरफ जाना है, നമ്മൾ അവിടെ എത്തേണ്ടതിനായിട്ട് और क्योंकि हमें वहां पहुंचना है ആത്മാർത്ഥമായ ചിന്തയോടുകൂടി, और उस एक अच्छे विचार के साथ ആത്മാർത്ഥമായ ആഗ്രഹത്തോടുകൂടി और उस आग्रह को रखते हुए നമുക്ക് ഈ വചനങ്ങൾ പ്രകാരം ജീവിക്കുവാൻ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. जो वचन आने वाला है उसके प्रति हम जीवन को बिताएंगे, उस प्रकार हम समर्पित करें। നമുക്കൊരു വേദഭാഗം വായിക്കാം. वचन का एक भाग पढ़ेंगे, മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 21 മുതൽ 24 വരെ. मत्ती रचित सुसमाचार उसका 7वां अध्याय उसका 21 से लेकर 24 तक। मत्ती 7 उसका 21 से लेकर 24 तक।
ഹിന്ദിയിൽ വായിക്കാം. जो मुझसे हे प्रभु कहता है, उनमें से हर एक स्वर्ग के राज्य में प्रवेश ना करेगा, परंतु वही जो मेरे स्वर्ग के पिता की इच्छा पर चलता है. उस दिन बहुतेरे मुझसे कहेंगे, हे प्रभु, क्या हमने तेरे नाम से भविष्यवाणियां नहीं की और तेरे नाम से दुष्ट आत्माओं को नहीं निकाला और तेरे नाम से बहुत अचंभे के काम नहीं किए? तब मैं उनसे खुलकर कह दूंगा कि मैंने तुमको कभी नहीं जाना. हे कुकर्म करने वालों, मेरे पास से चले जाओ. इसलिए जो कोई मेरी ये बातें सुनकर उन्हें मानता है, वह उस बुद्धिमान मनुष्य की नाई ठहरेगा जिसने अपना घर चट्टान पर बनाया. യേശുവിന്റെ നാമത്തിൽ പ്രവചിച്ചവർ, और प्रभु यीशु के नाम पर भविष्यवाणी किए हुए लोग, യേശുവിന്റെ നാമത്തിൽ വീര്യപ്രവർത്തികൾ ചെയ്തവർ, प्रभु यीशु के नाम से महान कार्य को करने वाले, അവരെ കർത്താവ് അറിയുന്നില്ല എന്ന് പറഞ്ഞു. और उनको प्रभु यीशु नहीं जानता है, इस प्रकार बोलता है. എന്തുകൊണ്ടാണ് അവരെ അറിയാഞ്ഞത് എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. और यहाँ पर लिखा है कि क्यों उनको वो नहीं पहचानता. അവര് വീര്യപ്രവൃത്തികൾ ചെയ്യുന്നവരും പ്രവചിക്കുന്നവരും രോഗശാന്തി ശുശ്രൂഷകൾ ചെയ്യുന്നവരും ഒക്കെ ആയിരുന്നിട്ടും वो बहुत सारे महान कामों को करने वाले थे, वो बहुत सारी अच्छी बातों को भी कर चुके थे, लेकिन इन सब के बावजूद കർത്താവ് പറയുന്നു, परमेश्वर प्रभु कहता है, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവീൻ. और इस प्रकार के गलत काम करने वाले मुझसे दूर चले जाओ. അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവീൻ. अधर्म के काम करने वालों मुझसे दूर हो जाओ. കർത്താവ് നിക്കോദീമസിനോട് പറഞ്ഞു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന്. प्रभु ने निकोदेमुस से कहा कि जब तक कोई नए सिरे से ना जन्म ले ले, वो स्वर्ग के राज्य को नहीं देख सकता. നിക്കോദീമസിന് അത് മനസ്സിലായില്ല. और निकोदेमुस को ये बात समझ नहीं आई. കർത്താവ് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നു. और प्रभु एक बार फिर से उसको समझाता है, നിക്കോദീമസേ, हे निकोदेमुस, ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, और जो शरीर से उत्पन्न हुआ है वो शारीरिक है, ആത്മാവിനാൽ ജനിക്കണം എന്ന് ഞാൻ പറയും. इसीलिए मैं कहता हूँ कि आत्मा से जन्म लो. നമ്മൾ എല്ലാവരും ജഡത്താൽ ജനിച്ചവരാണ്. और हम लोग सब शरीर से जन्मे हैं, നമ്മൾ ആത്മാവിനാൽ വീണ്ടും ജനിക്കണം. और हमें आत्मा से फिर से उत्पन्न होना है. അതിനാ പറയുന്നത് വീണ്ടും ജനിക്കണം എന്ന്. इसीलिए कहते हैं कि फिर से जन्म लेना है. വേദപുസ്തക പ്രകാരം और बाइबल के हिसाब से രണ്ട് ജനനവും രണ്ട് മരണവും ഈ ലോകത്തിലെ മനുഷ്യർക്കുണ്ട്. इस दुनिया के लोगों के लिए 2 जन्म और 2 मृत्यु हैं. രണ്ട് ജനിക്കുന്നവർക്ക് ഒരു മരണവും, ഒരു പ്രാവശ്യം മാത്രം ജനിക്കുന്നവർക്ക് എന്ന് പറഞ്ഞാൽ വീണ്ടും ജനിക്കാത്തവർക്ക് 2 മരണവുമാണ് വേദപുസ്തകത്തിൽ കാണുന്നത്. और बाइबल बताती है कि जिन्होंने दूसरी बार जन्म लिया है उनके लिए 2 प्रकार की मृत्यु है. എന്നാൽ लेकिन വീണ്ടും ജനിച്ചവർ ജനിച്ചാൽ മാത്രം പോയാൽ അവർ ആത്മാവിൽ വളരണം. और जिन्होंने नए जन्म को प्राप्त किया है, केवल जन्म पाने से काफी नहीं, आत्मा में उन्हें बढ़ना है. ഈ ലോകത്തിലെ പാല് കുടിച്ചാൽ മാത്രം പോരാ, ദൈവവചനമാകുന്ന പാല് കുടിക്കണം. और केवल इस दुनिया की नाई दूध ही नहीं पीना है, लेकिन परमेश्वर के वचन का दूध भी पीना है. എങ്ങനെയാണ് ആ പാല് കുടിക്കേണ്ടതെന്ന് പത്രോസ് എഴുതിയിട്ടുണ്ട്. और उस दूध को हमें कैसे पीना है उसके बारे में पतरस ने बताया है. 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം 1-2 വാക്യം വായിച്ചേ. पहला पतरस उसका 2रा अध्याय उसका पहला और दूसरा आयत को पढ़ेंगे. കേട്ടോണം. ആകയാൽ സകല ദുഷ്ടതയും ഒരു മിനിറ്റ്. इसीलिए सब प्रकार का बहवाव. പാല് കുടിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ആകയാൽ സകല ദുഷ്ടതയും വായിച്ചേ. എല്ലാ ചതിവും और छल, വ്യാജഭാവവും और कपट, അസൂയയും और डाह, എല്ലാ നുണയും और നീക്കിക്കളഞ്ഞ് बदनामी को दूर करके ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ नए जन्मे हुए बच्चों की नाई രക്ഷയ്ക്കായി വളരുവാൻ उद्धार के लिए बढ़ने के लिए വചനം എന്ന മായമില്ലാത്ത പാൽ കുടിക്കാൻ വഞ്ചിപ്പീൻ. निर्मल आत्मिक दूध की लालसा करो. Praise the Lord. Hallelujah. അപ്പോൾ ഈ വചനം നമ്മുടെ അകത്ത് ചെന്ന് അത് ക്രിയ ചെയ്യണം. വചനപ്രകാരം നമ്മൾ ജീവിക്കണം. അതാ കർത്താവ് പറഞ്ഞത് നമ്മൾ മുമ്പേ വായിച്ച വാക്യം 24. ആകയാൽ എന്റെ
ലോകത്തിലെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകും എന്ന് പറഞ്ഞാൽ അവൻ മാത്രമേ ഈ ലോകത്തിലും വീഴത്തില്ല, അവൻ പരലോകത്തിലും കർത്താവിന്റെ കൂടെയാകും. तो इस वचन जो हमारे अंदर आया है, ये वचन हमारे जीवन में क्रिया करने पाए और उसके लक्षण और उसके आने वाले दिनों में उसको हम देख पाएंगे और केवल वही स्वर्ग राज्य में प्रवेश कर पाएगा. നമ്മുടെ ഇടയിലെ മാനസാന്തരം ആരുണ്ട്? മാനസാന്തരപ്പെടാൻ ആരുണ്ട്? രക്ഷിക്കപ്പെടാൻ കുറച്ച് പേര് കൈപോക്കും. और अगर किसी से भी किसी इस प्रकार लोगों के बीच में पूछा जाए कौन उद्धार प्राप्त करना चाहता है, कौन पश्चाताप करना चाहता है, तो बहुत सारे लोग हाथ उठाते हैं. അദ്ദേഹം പിന്നെ നമ്മളെ കൂടെ ഫോളോ അപ്പ് ചെയ്ത് നമ്മൾ ചർച്ചയ്ക്ക് കൊണ്ടുവരുന്നു. और फिर हम उनके पास जाते हैं, मिलते हैं, उनको कलीसिया का एक भाग बना देते हैं. കുറച്ച് നാൾ വന്നു കഴിയുമ്പോൾ പറയണം രക്ഷിക്കപ്പെട്ടവർ സ്നാനപ്പെടണമെന്ന് പറയും. और जब वो कलीसिया में आने लगते हैं तो हम कहते हैं कि जिन्होंने उद्धार पाया है वो बपतिस्मा ले लें. ഈ ഇദ്ദേഹത്തെ കൊണ്ടുവന്ന് സ്നാനപ്പെടുത്തുന്നു. और फिर उस व्यक्ति का बपतिस्मा हो जाता है. എന്ത് മാറ്റം ആ വ്യക്തി ജീവിതത്തിൽ ഉണ്ടായി? लेकिन उस जीवन में किस प्रकार का बदलाव आया है? ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ ചിന്തിച്ച് നോക്കുക. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള നമ്മുടെ സ്വഭാവവും രക്ഷിക്കപ്പെട്ടതിന് ശേഷമുള്ള നമ്മുടെ സ്വഭാവവും എന്തും മാറ്റം നമ്മളിൽ ഉണ്ടായി. और आज यहाँ पर बैठे हुए हर एक व्यक्ति इस बात को सोचे, प्रभु में आने से पहले हमारा स्वभाव कैसा था, प्रभु में आने के बाद हमारा स्वभाव किस प्रकार का है. പണ്ടൊരു പാട്ട് പാടുമായിരുന്നു. बहुत पहले गीत गाया जाता था. ജബ് സെ പ്യാരാ യേശു ആയാ മേരാ ജീവൻ ബദൽ ഗയാ. എന്ത് മാറ്റമാണല്ലേ. നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ യേശു എന്റെ ഉള്ളത്തിൽ വന്ന നാളിൽ എന്തു മാറ്റം വന്നു എന്നിൽ. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ? तो क्या इस प्रकार हमारे जीवन में किसी प्रकार का बदलाव आया है? പഴയ കോപം, പഴയ ഈർഷ്യ, പഴയ പിണക്കം, പഴയ ജാരശങ്ക, പഴയ അസൂയ, അത് തന്നെയല്ലേ ഇപ്പോഴും നമ്മുടെ അകത്തിരിക്കുന്നത്? और जैसा पहले हम ईर्ष्या रखते थे, जलन रखते थे, गुस्सा रखते थे, दूसरों के प्रति गलत विचार रखते थे, क्या आज भी वो हमारे अंदर वैसा ही वास नहीं करता? ഈ വക പ്രവർത്തിക്കുന്നവൻ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് വേദപുസ്തകത്തിൽ എഴുതിയിട്ടില്ലേ? और बाइबल बताती है कि इन प्रकार के कामों में जो लगा रहेगा वो स्वर्ग राज्य में प्रवेश नहीं करेगा. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 19-ാം വാക്യം വായിച്ചു. गलातियों उसका 5वां अध्याय उसकी 19वीं आयत को हम पढ़ेंगे. കേട്ടോണം. ഇതിലേതെങ്കിലും നമ്മളിൽ ഉണ്ടോ നോക്കണം. ഉണ്ടെങ്കിൽ സ്വർഗത്തിൽ പോകത്തില്ല. ദുർനടപ്പ്, व्यभिचार, അശുദ്ധി, गंदे काम, ദുഷ്കാമം, लुचपन, വിഗ്രഹാരാധന, मूर्ति पूजा, ആഭിചാരം, टोना, പക, बैर, പിണക്കം, झगड़ा, ജാരശങ്ക, ईर्ष्या, ക്രോധം, क्रोध, ശാഠ്യം, विरोध, ദ്വന്ദ്വവശം, फूट, ഭിന്നത, विधर्म, അസൂയ, डाह, മദ്യപാനം, मतवालापन, വെറുക്കൂത്ത്. लीला क्रीड़ा. അടുത്ത വാക്യം കൂടെ. അടുത്തത് ശ്രദ്ധിച്ചോണേ. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് മുമ്പേ പറഞ്ഞതുപോലെ ഇപ്പോൾ നിങ്ങളോട് മുൻകൂട്ടി പറയും. इस प्रकार के काम जो लोग करते हैं वो स्वर्ग राज्य में प्रवेश नहीं कर पाएंगे. जैसा मैंने तुमसे पहले कहा तुम्हें फिर से बताता हूँ. പ്രൈസ് ദി ലോർഡ്. हालेलुया. ഹല്ലേലൂയ. ഈ മാനസാന്തരം എന്ന് പറഞ്ഞാൽ എന്തുവാ? और ये मन फिराने का मतलब क्या है? ചില ദേവദാസന്മാരെ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. और जब कुछ प्रभु के दास लोग प्रचार करते हैं കിഴക്കോട്ട് പോകുന്നു, നേരെ പടിഞ്ഞാട്ട് തിരികെ. About turn. और जो आगे को जा रहे थे वो एकदम से पीछे को मुड़ जाते हैं. അതൊന്നുമല്ല മാനസാന്തരം. उसका मन फिराने का मतलब वो नहीं है. മാനസാന്തരം എന്താണെന്ന് ചോദിച്ചാൽ मन फिराने का मतलब क्या है? ഇപ്പോൾ നമ്മൾ വായിച്ച ഈ സ്വഭാവങ്ങളെല്ലാം എല്ലാ മനുഷ്യന്റെയും ഉള്ളിലുള്ള കാര്യങ്ങളാണ്. और जो अभी हमने यहाँ पर पढ़ा है वो हम सब मनुष्य के अंदर पाया जाता है. മാനസാന്തരപ്പെടുന്നയാൾ और जो मन फिरा देता है ഈ വക കാര്യങ്ങളെല്ലാം എടുത്ത് കളഞ്ഞിട്ട് और ये सारी बातों को वो फेंक कर അതിന്റെ അടുത്ത വാക്യങ്ങൾ എഴുതിയിരിക്കുന്ന ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രജയം, ഈ വകയ്ക്ക് വിരോധമായി
യാതൊരു ന്യായപ്രമാണവുമില്ല. എന്നുവെച്ചാൽ നമ്മൾ ആത്മാവിൽ ജനിച്ചു കഴിയുമ്പോൾ ആത്മാവിന്റെ ഫലം നമ്മളിൽ നിന്നുണ്ടാകണം. तो जब हमने मन फिरा लिया है तो आत्मा का फल जो प्रेम, आनंद, मेल, धीरज, कृपा, भलाई, विश्वास, नम्रता और संयम है, ऐसे कामों के विरोध में कोई भी व्यवस्था नहीं है। ऐसी चीजें हमारे अंदर पाई जानी चाहिए। ഒന്ന് നമ്മൾ ചിന്തിച്ചു നോക്കുക, ജഡത്തിന്റെ സ്വഭാവങ്ങൾ നമ്മളിലുണ്ടോ? हम पहले इस बात को देखें कि जो शारीरिक अभिलाषाएं हैं क्या वो हमारे अंदर हैं। കോപവും ക്രോധവും ഈർഷ്യയും പകയും ഒക്കെ നമ്മുടെ കയ്യിലുണ്ടോ? शरीर के जो काम है क्रोध, ईर्ष्या, जलन, इस प्रकार की बातें क्या हमारे अंदर हैं। കൊരിന്ത്യ സഭയിൽ ഇങ്ങനെയുള്ള കുറച്ചുപേരെ കണ്ടുകൊണ്ട് പൗലോസ് ചോദിക്കുന്നുണ്ട്, और तुरंत की कलीसिया में कुछ ऐसे लोगों को देखकर पौलुस पूछता है, നിങ്ങളിൽ ഈർഷ്യയും പിണക്കവും ഇരിക്കെ अगर तुम्हारे अंदर डाह और झगड़ा है, നിങ്ങൾ ജഡീകന്മാരും ശേഷം മനുഷ്യരെ പോലെ ഉള്ളവരുമല്ലേ? और तुम शारीरिक हो और जैसे दूसरे हैं उन्हीं के समान हो। നമ്മൾ വീണ്ടും ജനിച്ചെങ്കിൽ നമ്മുടെ സഭയിൽ വഴക്കുണ്ടാകത്തില്ല. अगर हमने नए जन्म फिर पाया, सच में नया जन्म पाया है, तो कलीसिया में झगड़ा नहीं होगा। നമ്മുടെ വീട്ടിൽ വഴക്കുണ്ടാകത്തില്ല. तो फिर हमारे घर में झगड़ा नहीं होगा। പ്രൈസ് ദി ലോർഡ്, हालेलुया, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ നമുക്കൊരു വീണ്ടും ജനനത്തിന്റെ അനുഭവം ഉണ്ടാകട്ടെ. इस रात हमें एक बार एक नए जन्म का एक अनुभव होने पाए। ആത്മാവിൽ ജനിക്കുവാൻ നമുക്കിടയായി തീരട്ടെ. आत्मा में एक नया जन्म हम प्राप्त करने पाए। കർത്താവ് പറയാണ്, എന്റെ നാമത്തിൽ പ്രവചിച്ചവരെ, വിവിധ വീര്യപ്രവൃത്തികൾ ചെയ്തവരെ അവരെ ഒന്നും അറിയുന്നില്ല എന്ന് പറയുമ്പോൾ, और जब प्रभु कहता है कि जिन्होंने मेरे नाम में बहुत बहुत काम किए उनको मैं पहचानता नहीं हूँ, നമ്മളും അധർമ്മം പ്രവർത്തിക്കുന്നവരാണെങ്കിൽ ഔട്ടാണെന്നുള്ളത് ഓർത്തു കൊടുക്കുക. तो अगर हम भी अधर्म के काम करने वाले लोग हैं तो फिर हमें प्रवेश नहीं मिलेगा। നമുക്കുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ हमारे अंदर की विशेषता क्या है? ഇന്ന് രാത്രിയിലും മാനസാന്തരപ്പെടാമെങ്കിൽ നമ്മുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ अगर आज रात भी अगर हम मन फिरा लें तो जीवन की पुस्तक में हमारा नाम जोड़ दिया जाएगा। ഇവിടെ ഒരു മനുഷ്യനെ കൊന്നിട്ട് നമ്മുടെ അവിടെ കോടതി ചെന്ന് പറയും, ഞാൻ കൊന്നു, എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കോടതി നമ്മളെ വെറുതെ വിടുകയില്ല, നമ്മളെ തൂക്കിക്കൊല്ലാനായിട്ട് വിധിക്കും. अगर हम किसी व्यक्ति का कत्ल कर दें और फिर हम जज के पास जाके बोले कि मुझे क्षमा कर दे, तो वो हमें क्षमा नहीं करेगा। എന്നാൽ ഏത് പാപം ചെയ്തവരാണെങ്കിലും ഇതുവരെ നമ്മൾ ഹല്ലേലൂയ ദൈവഗീത പ്രകാരമല്ല ജീവിക്കുന്നതെങ്കിലും ഹല്ലേലൂയ നമ്മെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചു കൊടുത്താൽ ഇന്ന് രാത്രി നമ്മളെ കഴുകി ശുദ്ധീകരിപ്പാൻ ദൈവത്തിന് മനസ്സുണ്ടായി. तो फिर किसी भी प्रकार का पाप क्यों ना हो, किसी भी ढंग का पाप क्यों ना हो, अगर प्रभु के सामने समर्पित करेंगे तो वो हमें क्षमा करेगा और स्वीकार करता है। ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ. നമ്മൾ വീണ്ടും ജനിച്ചിട്ടുണ്ടോ? क्या हमने नए जन्म पाया है? ഇപ്പോഴും നമ്മളിൽ ഈർഷ്യയും പിണക്കമൊക്കെ ഇരിക്കുന്നുണ്ടോ? क्या आज भी हमारे अंदर ईर्ष्या और जलन है? ക്ഷമിച്ചു കൊടുക്കാം. हम क्षमा करें। ഹല്ലേലൂയ. ആത്മാവിന്റെ ഫലങ്ങളിലുള്ളതാണ് സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ. और आत्मा के फलों में हम देखते हैं धीरज को। നമ്മൾ പറയും, ഞാൻ ഒന്ന് ക്ഷമിച്ചു, രണ്ട് ക്ഷമിച്ചു, മൂന്ന് ക്ഷമിച്ചു. और हम कहते हैं कि मैंने एक बार माफ किया, दो बार माफ किया, तीन बार माफ किया। ഒരു കാര്യം പറയാം, एक बात मैं बोलूं, നമ്മൾ എന്തുമാത്രം മറ്റുള്ളവരോട് ക്ഷമിക്കുന്നു അതനുസരിച്ച് ദൈവം നമ്മളോട് ക്ഷമിക്കുകയുള്ളൂ. और जितना हम दूसरों के प्रति लोगों को क्षमा करना जानते हैं वैसे ही परमेश्वर भी हमारे साथ बर्ताव करता है। കർത്താവ് പ്രാർത്ഥന പഠിപ്പിച്ചു. और जब प्रभु यीशु ने प्रार्थना करना सिखाया, അതിനകത്ത് ഇങ്ങനെ നമ്മൾ എല്ലാവരും പണ്ട് പറഞ്ഞിരുന്നതാണ്, और ऐसा बहुत लोग पहले भी कहते आए हैं, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷങ്ങളും ഞങ്ങളോട് जिस ക്ഷമിക്കണം. प्रकार हम अपने कर्जदारों को क्षमा करते हैं वैसे ही हमारे कर्जों को भी तू क्षमा कर। കർത്താവ് അതിനുശേഷം പറയുന്നൊരു കാര്യമുണ്ട്, उसके बाद एक बात बोलते हैं प्रभु, നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോടും ക്ഷമിക്കുകയില്ല. और तुमने इस दुनिया के लोगों के प्रति जो तुमने क्षमा नहीं किया है इसीलिए परमेश्वर पिता भी तुम्हें क्षमा नहीं करता। ഈ ഒരൊറ്റ വാക്യം മതിയല്ലോ നമുക്ക് വഴക്കുണ്ടാക്കാതിരിക്കാൻ. क्या केवल यही एक वचन काफी है कि हम अपना झगड़ा सब रोक दें? ഒരു സഭയിൽ ഞാൻ അവിടുത്തെ ഇങ്ങനെ ഒരു മുഖ്യ പ്രസംഗനായിട്ട് ചെന്നിരിക്കുകയാണ്. एक कलीसिया में ഒരു ഡിസ്ട്രിക്റ്റിന്റെ മീറ്റിംഗ് ആണ്. एक डिस्ट्रिक्ट की इस प्रकार की एक मीटिंग में मैं मुख्य वक्ता के रूप में गया था। അവിടെ എനിക്കൊന്ന് വെള്ളിയാഴ്ചയാണെന്ന് തോന്നുന്നു ഈ യൂത്തിന്റെ ഒക്കെ മീറ്റിംഗ് ഉച്ച കഴിഞ്ഞുള്ള സെക്ഷൻ. और वहां पे शायद शुक्रवार का दिन था और जवानों की एक सभा वहां चलाई जा रही थी।
ഒരു പാസ്റ്റർ ചൂടായി സംസാരിക്കുന്നത് കേൾക്കാം. और मैंने देखा कि एक पासवान वहां पर बहुत गुस्सा होकर बात कर रहे थे. കാരണം അന്വേഷിച്ചപ്പോൾ जब पूछा गया क्या हुआ, ഈ മത്സരം നടന്നതിൽ അദ്ദേഹത്തിന്റെ മകന് വേണ്ട വിധത്തിലുള്ള മാർക്ക് കൊടുത്തില്ല, അതെന്തോ പക്ഷപാതം കാണിച്ചതാണ് എന്ന് പറഞ്ഞുള്ള വഴക്കാം. और वहां पर जब प्रतियोगिता हुई थी तो उनका जो बेटा है उसको सही रूप से अंक नहीं मिले हैं, उसके साथ गलत किया गया है, उसकी एक लड़ाई हो रही है. നമ്മളെല്ലാം വിഷയത്തിന് സഭയിൽ കടന്ന് വഴക്കുണ്ടാക്കുന്നവരാണ്. और हम कलीसिया में किस किस बातों को लेकर, यहाँ विषय को लेकर हम झगड़ा करते हैं. പ്രൈസ് ദി ലോർഡ്. എവിടേക്ക് പോകാനായിട്ട് ഇറങ്ങി തിരിച്ചത്? कहाँ जाने के लिए हमको बुलाहट मिली है, जा रहे हैं? നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇങ്ങനെയുള്ള ഒരു സ്വർഗത്തിൽ കൊണ്ടുപോകും? क्या आप सोचते हैं कि ऐसे लोगों को प्रभु स्वर्ग में ले जाएगा? സ്വർഗത്തിൽ ഒരു ദുഷ്ടനെയും കൊണ്ടുപോകത്തില്ല. स्वर्ग में एक कोई भी दुष्ट नहीं जाएगा. ഇവിടെ ഇരിക്കുമ്പോൾ നമ്മൾ മാനസാന്തരപ്പെട്ട് ക്ലിയർ ആയാൽ സ്വർഗത്തിൽ കൊണ്ടുപോകും. अगर यहाँ पर बैठे हुए अगर हम मन फिरा लेते हैं तो परमेश्वर जरूर हमें स्वर्ग ले जाएगा. പ്രൈസ് ദി ലോർഡ്. അതിനുള്ള അവസരം ദൈവം തന്നിരിക്കുകയാണ്. और अभी एक अवसर प्रभु ने हमें दिया है. അതിനാണ് ഈ വേദപുസ്തകം തന്നിരിക്കുന്നത്. और इसीलिए हमें ये पवित्र शास्त्र दिया गया है. അതിനാണ് ഈ ദൈവദാസന്മാരെ തന്നിരിക്കുന്നത്. इसीलिए प्रभु के दासों को हमें दिया गया है. പ്രൈസ് ദി ലോർഡ്. हालेलुया. ഇന്ന് രാത്രിയിൽ നമ്മുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ ഉണ്ടാകണം എന്നുള്ളൊരു നിശ്ചയം നമുക്കുണ്ടാകട്ടെ. एक हमारे अंदर ये दृढ़ निश्चय आने पाए कि मेरा नाम उस जीवन की पुस्तक में स्वर्ग में पाया जा सके. ഹല്ലേലൂയ. हालेलुया. നമ്മളെപ്പോഴും വായിച്ച് പഠിക്കുക ആത്മാവിന്റെ ഫലം और എന്താണെന്നുള്ളത്. आत्मा के फल क्या हैं उसको हम लिखकर सीख सकें. സ്നേഹം, प्रेम സന്തോഷം, और आनंद സമാധാനം, और शांति ദീർഘക്ഷമ, और धैर्य ദയ, और दया പരോപകാരം, और दूसरों को उपकार करना വിശ്വസ്തത, और विश्वास योग्यता സൗമ്യത, और नम्रता ഇന്ദ്രജയം. और संयम. ഇത് ദൈവജനത്തിന്റെ മുഖമുദ്രയാണ്. और ये वचन हमारे अंदर होने पाए. നമ്മളിൽ നിന്നുണ്ടാകേണ്ട സ്വഭാവമാണ്. हमारे अंदर ये स्वभाव पाए जाने चाहिए. അതുകൊണ്ടാണ് പൗലോസ് എഫെസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ और जब पौलुस इफिसियों को लिखता है 5-ാം അധ്യായം 1 മുതൽ നമ്മൾ വായിക്കുമ്പോൾ और 5वें अध्याय में हम इस प्रकार पढ़ते हैं, ആകയാൽ പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പീൻ. इसीलिए प्रिय बच्चों के समान परमेश्वर के पीछे चलो. വായിച്ചു. ക്രിസ്തുവിനെ സ്നേഹിച്ച് ആ നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സമർപ്പിതമായ വഴിപാട് യാഗമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പീൻ. സ്നേഹത്തിൽ നടക്കണം. प्रेम में चलने पाए. അടുത്തത് തുടർന്നും യാതൊരു കേട്ടോണം. തുറന്നടപ്പും യാതൊരു അശുദ്ധിയും അത്യാഗ്രഹവും നിങ്ങളുടെ ഇടയിൽ പേർ പറ പോലും അല്ല. മാനസാന്തരപ്പെട്ടതിന്റെ ഗുണമാണ് അത് കാണേണ്ടത്. ഇത് നമ്മുടെ ഇടയിൽ ഉണ്ടാകരുത്. പിന്നെ അങ്ങനെയാകുന്നു വിശുദ്ധന്മാർക്ക് ഉചിതം, അല്ലെങ്കിൽ ഇങ്ങനെയാകുന്നു ദൈവമക്കൾക്ക് ഉചിതം. പിന്നെ ആ ആ ആ കേട്ടോ, നമ്മുടെ സംസാരത്തിൽ ചിലര് ചങ്ക കൊള്ളുന്ന വർത്താനം പറഞ്ഞിട്ട് പറയും, ഞാൻ തമാശ പറഞ്ഞു. और कुछ लोग इस प्रकार की बहुत गलत बात बोलने के बाद कहते हैं कि अरे मैं तो मजाक कर रहा था. നല്ല കുത്തുവാക്ക് പറഞ്ഞിട്ട് और बहुत गलत प्रकार के शब्दों को इस्तेमाल करने के बाद തമാശ പറയാന്ന് പറയും. कहते हैं कि मैं तो मजाक कर रहा था. തമാശ പറയാനും നമുക്ക് പ്രമാണമില്ല. और इस प्रकार का मजाक करने के लिए हमारे पास कोई मौका नहीं है. ആ ഭാഗം ഒന്നുകൂടെ ഒന്ന് വായിച്ചേ. एक वचन, ये वचन का भाग फिर से पढ़ें. ചീത്തത്തരം, പൊട്ടച്ചൊല്ല്, കളിവാക്ക്, ഇതൊന്നും ചേർച്ചയല്ല. ഇങ്ങനെ ചേർച്ചയല്ലാത്തതൊന്നും അരുത്. പ്രിയ മക്കൾക്ക്, ദൈവത്തെ അനുകരിക്കുന്നവർക്ക്, സ്വർഗത്തിൽ പോകുന്നവർക്ക് ഇതൊന്നും ചേർച്ചയല്ല, ഇതൊന്നും അരുത്. गलत അല്ലേ? प्रकार നമ്മളിന്ന് മാത്രം മാനസാന്തരപ്പെടാനിരിക്കുന്നു അല്ലേ? Praise the Lord. गलत प्रकार की बातें, गलत प्रकार के शब्द इस्तेमाल करने वाले हम लोग इस बात को ना करने पाए, क्योंकि ये हम पर नहीं सचता है. Praise the Lord. എഫെസ്യ ലേഖനം 4-ാം അധ്യായം 30 മുതലുള്ള വാക്യം വായിച്ചേ. इफिसियों उसका 4था अध्याय उसकी 30वीं आयत. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ और ദുഃഖിപ്പിക്കരുത്. परमेश्वर की पवित्र आत्मा को शोकित मत करो. പരിശുദ്ധാത്മാവിനാലാണ് വീണ്ടെടുപ്പിൽ നമ്മളെ जिससे മുദ്രയിട്ടിരിക്കുന്നത്. तुम पर छुटकारे दिन के लिए छाप दी गई है. കേട്ടോണം. എല്ലാ കയ്പും, सब प्रकार की कड़वाहट, क्रोध, प्रकोप और क्रोध, കുറ്റാരവും, ദൂഷണം, और कलह,
ഇതെല്ലാം ദുർഗുണങ്ങളാ, സൽഗുണങ്ങളല്ല. പലരും വിചാരിക്കുന്നത് ഞാൻ അവനോട് ചോദിക്കും, അതെന്റെ സ്വഭാവമാണ്, ഞാൻ ഒരുതരം വിടത്തില്ലെന്ന് പറഞ്ഞ് ചാടുന്ന അച്ചായ അമ്മാമേ, ഇത് നല്ല സ്വഭാവമല്ല, ദുർസ്വഭാവമാണ്. और कुछ लोग कहते हैं मेरी तो आदत ही यही है, मैं तो उससे बात करके ही रहूंगा, मैं तो पूछ कर ही रहूंगा. मैं आपको बताऊं ये अच्छी आदत नहीं है, ये हमारे साथ नहीं होना चाहिए. ഈ സ്വഭാവം കൊണ്ട് സ്വർഗ്ഗത്തിൽ പോകാൻ പറ്റത്തില്ല, കൊണ്ടുപോകത്തില്ല. इस प्रकार के स्वभाव से आप स्वर्ग में जाएंगे भी नहीं और प्रभु आपको लेकर भी नहीं जाएगा. Praise the Lord. हालेलुया. റോമാലേഖനം 8-ാം അധ്യായം 13-ാം വാക്യം ഒന്ന് വായിച്ചേ. रोमियो उसका 8वां अध्याय उसकी 13वीं आयत. क्योंकि यदि तुम शरीर के अनुसार दिन काटोगे तो मरोगे, यदि आत्मा से देह की क्रियाओं को मारोगे तो जीवित रहोगे. മലയാളത്തിൽ വായിച്ചേ. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നു എങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിന്റെ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നു എങ്കിൽ നിങ്ങൾ ജീവിക്കും. എവിടെ ജീവിക്കും? നിത്യതയിൽ കാണും. നിങ്ങൾ ആ 8-ാം അധ്യായം വായിക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാക്കുവാനായിട്ട്. जब इस आयत को आप पढ़ेंगे तो आप समझेंगे कि आप अनंत जीवन को प्राप्त നമ്മുടെ करेंगे. ജഡത്തെ അനുസരിച്ച്, നമ്മുടെ കോപം അനുസരിച്ച്, നമ്മുടെ ക്രോധം അനുസരിച്ച്, നമ്മുടെ ജഡത്തിന്റെ സ്വഭാവം അനുസരിച്ച് നമ്മൾ ഇപ്പോഴും ജീവിക്കുന്നുവെങ്കിൽ നമുക്ക് സ്വർഗ്ഗത്തിൽ പോകാൻ കഴിയത്തില്ല. हम अपनी शारीरिक इच्छाओं से, हमारे क्रोध के साथ, हमारे जलन के साथ अगर हम जीवन को बिता रहे हैं तो हम स्वर्ग में कदापि नहीं जाएंगे. ആത്മാവിന്റെ ഫലം നമ്മളിൽ എന്തുമാത്രം ഉണ്ട് എന്ന് ശോധന ചെയ്യുക. और आत्मा का फल हम में किस हद तक है इसको हम देखें. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 22-ാം വാക്യം. मत्ती उसका 5वां अध्याय उसकी 22वीं आयत. मत्ती उसका 5वां अध्याय उसकी 22वीं आयत. ആ സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. കർത്താവ് പറഞ്ഞ കാര്യം, ഞാൻ ഗുജറെന്നൊരു ദേവദാസം എന്ന് പറഞ്ഞ കാര്യമല്ല ഇത്. കർത്താവ് യേശുക്രിസ്തു പറഞ്ഞ കാര്യമാണ്. സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. जो अपने भाई पर क्रोध करेगा वह कचहरी में दंड के योग्य होगा. പിന്നെ സഹോദരനോട് നിസ്സാരമെന്ന് പറഞ്ഞാലോ ആ ന്യായാധിപസഭയുടെ മുൻപിൽ നിൽക്കേണ്ടി വരും. और जो कोई अपने भाई को निकम्मा कहेगा वह महासभा में दंड के योग्य होगा. പ്രൈസ് ദി ലോർഡ്. സഹോദരന്മാരോട് നമ്മൾ എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത്? हम अपने अपने भाइयों को, बहनों को हमने क्या क्या शब्द बोले हैं, क्या कैसे संबोधन करते हैं. ദൈവദാസന്മാരോട് തന്നെ ചില വിശ്വാസികൾ എന്തൊക്കെയാ പറയുന്നത്? कुछ प्रभु के दासों से कुछ विश्वासी लोग किस प्रकार बात करते हैं, क्या क्या बोलते हैं. ദൈവദാസന്മാർ തമ്മിൽ എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത്? और प्रभु के दास लोग आपस में क्या बोलते हैं. സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. जो अपने भाई से क्रोध रखता है वो दंड के योग्य है. നിസാര എന്ന് പറഞ്ഞാൽ, और हे मूर्ख ही बोलना, എന്ന് പറഞ്ഞാൽ നീ പോടാ എന്നുള്ള ഒരർത്ഥത്തിൽ. ऐसा एक ऐसी बात तू तड़ाक वाली बात जो होती है. ഇവിടെ പോകുമെന്ന് പറഞ്ഞാൽ അഗ്നി നരകത്തിന് യോഗ്യനാകുമെന്ന്. और लिखा है कि वो नरक के योग्य रहेगा. നമ്മളിപ്പോ ഇതെല്ലാം അങ്ങ് വിട്ടിരിക്കുക. हमने तो ये सब छोड़ दिया है. പഴയ നിയമത്തിൽ നമുക്ക് 10 കൽപ്പന തന്നു. और पुराने नियम में तो 10 आज्ञाएं थी. അത് 2 ആക്കി. और नए नियम में आने के बाद तो हमने उसको 2 कर दिया. എന്ന് പറഞ്ഞാൽ നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോട് പൂർണ്ണ മനസ്സോട്, അത് ഒന്നാമത്തെ കൽപ്പനയും. कि अपने परमेश्वर को पूरे तन से, अपने मन से और अपने हर एक बातों से നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക എന്നുള്ള രണ്ടാമത്തെ और जो കൽപ്പന. तेरा पड़ोसी है उसको अपने समान तू प्रेम कर. നമ്മളത് ഒറ്റ കൽപ്പനയാക്കി. और हमने तो उसको एक ही आज्ञा बना दिया. ചിലരോട് ചോദിക്കും കൽപ്പന അനുസരിച്ചോ? और वो कहते हैं कि क्या तुमने आज्ञा मानी है. എന്തുവായിരുന്നു ഉദ്ദേശം? इसका मतलब क्या है സ്നാനപ്പെട്ടോ? कि बपतिस्मा लिया है कि സ്നാനപ്പെട്ടെങ്കിൽ പിന്നെ എല്ലാം ആയി എന്നുള്ള ഒരു ധാരണയാണ് നമുക്ക് ഓരോരുത്തർക്കും ഉള്ളത്. बपतिस्मा ले लिया तो अब सब कुछ हो गया, ऐसा हम में से काफी लोग अब सोचते हैं. അതൊരു ഫൗണ്ടേഷൻ, നമ്മുടെ ഒരു പാസ്പോർട്ട് എടുക്കുന്നത് പോലെയാണ് ഈ സ്നാനപ്പെടുക എന്നുള്ളത്. बपतिस्मा लेने का मतलब शायद एक पासपोर्ट लेने के समान है. നമ്മളിനി സ്വർഗത്തിലോട്ട് വേണം, നമുക്ക് വിസ വരണം. और हमें स्वर्ग जाना है तो फिर पहले वीजा आना पड़ेगा. വിസ കിട്ടണമെങ്കിൽ അതിന് ഒത്തിരി ഫോർമാലിറ്റീസ് ഉണ്ട്. അതൊക്കെ ഇപ്പൊ പറഞ്ഞതൊക്കെ. और वो वीजा अगर मिलना है तो उसकी बहुत सारे फॉर्मेलिटीज हैं, वो अभी मैंने आपको बताया है. അമേരിക്കയിൽ പോകണമെങ്കിൽ അവർ എന്തെല്ലാം പേപ്പേഴ്സ് വേണമെന്നാണ് പറയുന്നത്. और अगर अमेरिका जाना होता है तो क्या क्या कागज आपको चाहिए होते हैं. പിന്നാണ് സ്വർഗത്തിൽ പോകുന്നത്. तो फिर स्वर्ग के बारे में तो आप सोचिए क्या हाल होगा. Praise the Lord. हालेलुया. Hallelujah. Hallelujah. ദൈവത്തിന് സ്തോത്രം.
प्रभु की महिमा हो। നമ്മുടെ പേപ്പേഴ്സ് എല്ലാം ശരിയായിരിക്കാനിടയായി തീരട്ടെ. हमारे जो भी कागज है वो बिल्कुल सही ढंग से होने पाए। പിശാച് നമ്മളെ തെറ്റിക്കരുത്. शैतान हमें भटकाने ना पाए। പൗലോസ് പറഞ്ഞൊരു വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കുമോ? पौलुस की एक बात को आप ध्यान दें। സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ जिस प्रकार सर्प ने हव्वा को अपने अपने सूझबूझ से गलत राह में ले गया, നിങ്ങളുടെ മനസ്സ് तुम्हारा मन ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ടുവഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. मसीह के प्रति जो तुम्हारी एकाग्रता और तुम्हारा दर्शन होना चाहिए वो छूट जाएगा, इससे मैं डरता हूँ। ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും और मसीह के प्रति जो एकाग्रता होनी चाहिए और निर्मलता होनी चाहिए, Praise the Lord. അത് അന്ത്യകാലത്തിൽ കുറഞ്ഞു 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 വരും. और वो आखिर के समय में कम होती जाएगी, कम होती जाएगी। ഇന്ന് കർത്താവിനെ വേല ചെയ്യുന്നവർ പോലും സ്വന്തം കുടുംബത്തെ പോറ്റുവാനായി അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളെല്ലാം ആ നിലയിലേക്ക് കുഞ്ഞുങ്ങളെ വളർത്തുന്ന കാര്യം, പഠിപ്പിക്കുന്ന കാര്യം, കെട്ടിക്കുന്ന കാര്യം, വീട് വെക്കുന്ന കാര്യം, നമ്മുടെ ശ്രദ്ധകൾ അങ്ങോട്ട് തിരിഞ്ഞു. और आज जो प्रभु की सेवा भी करते हैं, बहुत हद तक लोग अपने बारे में, अपने परिवार के बारे में, अपनी जरूरतों के प्रति उनका ध्यान लगा रहता है। വിശ്വാസികളായാലും ലോകത്തിന്റെ ജോലി, മറ്റുള്ള കാര്യങ്ങൾ, പിന്നെ ഈ ചർച്ചയിൽ വരുന്ന 90% ആൾക്കാരും ദൈവകോപം ഉണ്ടാകരുത്, നമ്മുടെ ജോലി പോകരുത്, നമുക്ക് വലിയ രോഗമൊന്നും ഉണ്ടാകരുത്, ഇങ്ങനെയൊക്കെയുള്ള വലിയ ആഗ്രഹത്തോടു കൂടി വരുന്നവരെയാണ് കാണാനായിട്ട് കഴിയുന്നത്. काफी हद तक विश्वासी लोग भी जो कलीसिया में आते हैं वो बहुत अपने कामों में व्यस्त रहते हैं। कलीसिया इसलिए आ जाते हैं कि प्रभु का क्रोध उनके ऊपर ना आ जाए, कोई बड़ी बीमारी ना आ जाए, इस डर के मारे प्रभु के आगे आते हैं। മറ്റു ചിലർക്ക് ഇപ്പോൾ വേണ്ടത് പൊസിഷൻസ് ആണ്. और कुछ लोगों को अभी जो है स्थान, अच्छा स्थान उनको मिलना है, അതിന് എത്ര കോടി വേണേലും മുടക്കാൻ തയ്യാറായിട്ടുള്ള ആൾക്കാരുണ്ട്. और उनको एक अच्छा स्थान मिल जाए कि अच्छे अगुवे बना दिए जाए, उसके लिए वो पैसे भी खर्च करने के लिए तैयार हैं। ചിലര് കാല് പിടിക്കും, ചിലര് കാല് വാരും. और कुछ लोग तो पैर पकड़ते हैं और कुछ लोग पैर खींच के गिरा देते हैं। Praise the Lord. നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ടു വഷളായി പോകുമോ എന്ന് ഭയപ്പെടുന്നു. और तुम्हारा जीवन जो है मसीह के प्रति जो तुम्हारी एकाग्रता और निर्मलता होनी चाहिए वो खो ना जाए, इस बात से मैं डरता हूँ। നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോട് ഏകാഗ്രത നിർമ്മലതയും വിട്ടു പോയോ ഇല്ലയോ എന്നുള്ളത് ഞാനൊരു ടെസ്റ്റ് തരാം. मैं आपको इस प्रकार एक टेस्ट देता हूँ कि क्या आपका मन वो मसीह के प्रति एकाग्रता और निर्मलता को छोड़ चुका है। ഈ കഴിഞ്ഞ ഒരു മാസം എത്ര പ്രാവശ്യം നമ്മൾ ചിന്തിച്ചു സ്വർഗത്തിൽ പോകുന്നതിനെ കുറിച്ച്? पिछले एक महीने आपने कितनी बार स्वर्ग में जाने के बारे में सोचा है। സ്വർഗത്തിൽ പോകാൻ കർത്താവ് വന്നാൽ നമ്മുടെ അവസ്ഥ എന്താകും? സ്വർഗത്തിൽ ചെന്നാൽ നമുക്ക് എന്ത് പ്രതിഫലമാണ് കിട്ടുന്നത്? ഇങ്ങനെയുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? अगर प्रभु आता है तो क्या मैं स्वर्ग में जाऊंगा? जब मैं स्वर्ग जाऊंगा तो क्या प्रतिफल मिलेगा? क्या इन बातों के बारे में हमने पिछले दिनों में विचार किया है? Praise the Lord. Hallelujah. അതുകൊണ്ട് നമ്മുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ ഉണ്ട് എന്നുള്ള ഉറപ്പ് നമുക്ക് ഉണ്ടാകണം. और जीवन की पुस्तक में हमारा नाम है, इस बात का निश्चय हमें होना चाहिए। നമ്മൾ ആത്മാവിന്റെ ഫലങ്ങൾ ഉള്ളവരായി തീരുവാൻ തക്കവണ്ണം ഇടയായി और തീരണം. हम लोग आत्मा के फल रखने वाले, पाने वाले व्यक्ति होने पाए। ഗലാത്യലേഖനം 5:19 എല്ലാവരും ദിവസവും വായിക്കുന്നത് നല്ലതായിരിക്കും. ഇതിലേതെങ്കിലും എന്റെ ജീവിതത്തിൽ ഉണ്ടോ എന്നൊന്ന് ശോധന ചെയ്യുന്നത് നല്ലതായിരിക്കും. गलातियों उसका 5वां अध्याय उसका 19वीं आयत पढ़ना और उसको सीखना, रोज पढ़ना हमारे लिए बहुत अच्छा होगा। അവിടെ എഴുതിയിരിക്കുകയാണ് ഈ വക പ്രവർത്തിക്കുന്നവൻ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന്. इस प्रकार के काम जो करेगा वो स्वर्ग के राज्य में प्रवेश नहीं करेगा। Praise the Lord. നമ്മൾ ആ കൂട്ടത്തിൽ ആയി തീരുവാനിടയാകരുത്. और इस प्रकार के झुंड में हम लोग ना फंसने पाए। എബ്രായ ലേഖനം 14 വായിക്കുമ്പോൾ इब्रानी उसका 12 अध्याय उसकी 14वीं आयत को जब हम पढ़ते हैं, അവിടെ എഴുതിയിരിക്കുന്നു, वहां पर लिखा है എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിക്കാം. सबसे मेल मिलाप रखने और उस पवित्रता के खोजी हो जिसके बिना कोई प्रभु को कदापि ना देखेगा। ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. और पवित्रता ना हो तो कोई भी प्रभु को नहीं
देख पाएगा। നമ്മൾ ചെയ്ത പാപങ്ങൾക്ക് നമ്മൾ ദൈവസന്നിധിയിൽ മുട്ടുമുടക്കി പ്രാർത്ഥിച്ചാൽ, കരഞ്ഞാൽ, ക്ഷമയ്ക്കായി അപേക്ഷിച്ചാൽ ദൈവം ക്ഷമിക്കും. और अगर जिन पापों में हम फंसे हैं, जिनमें हम गिर चुके हैं, उसके प्रति गिड़गिड़ाकर हम रोकर क्षमा मांगते हैं तो प्रभु हमें क्षमा करेगा। എന്നാൽ लेकिन നമ്മൾ തന്നെ ചെയ്യേണ്ട ചില കാര്യമുണ്ട്. लेकिन कुछ ऐसी बातें हैं जो हमें निभानी है। എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിക്കണം. सबके साथ शांति बनाए रखकर सहमति के साथ हमें एक पवित्रता को प्राप्त करना है। എന്ന് പറഞ്ഞാൽ ആരോടെങ്കിലും പിണക്കമുണ്ടെങ്കിൽ, വാശിയുണ്ടെങ്കിൽ, വൈരാഗ്യമുണ്ടെങ്കിൽ പോക്ക് നടക്കത്തില്ല. और अगर किसी से इस प्रकार झगड़ा रखे हुए हैं, ईर्ष्या रखे हुए हैं, जलन रखे हुए हैं, तो स्वर्ग में नहीं जाएंगे। Praise the Lord. हालेलुया। എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിക്കാം. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. और सबसे मेल मिलाप रखने और उस पवित्रता के खोजी हो जिसके बिना कोई प्रभु को नहीं देखेगा। എങ്ങനെയാണ് ശുദ്ധീകരണം പ്രാപിക്കാൻ किस കഴിയുന്നത്? प्रकार पवित्रता प्राप्त कर सकते हैं? നമ്മൾ ഒരാളുമായി പിണങ്ങിയിരിക്കുന്നുണ്ടെങ്കിൽ अगर हमें किसी से झगड़ा है, എന്നോട് ക്ഷമിക്കണമെന്ന് उससे പറ. बोले कि मुझे क्षमा करें। അവർ ക്ഷമിച്ചോ ക്ഷമിച്ചില്ലയോ എന്നുള്ളത് നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മൾ നോക്കേണ്ട. उन्होंने मुझे क्षमा किया या नहीं ये देखने की जरूरत नहीं। നമ്മൾ ചെന്ന് പറയുക എന്നോട് ക്ഷമിക്കണമെന്ന്. हम जाके बोलने पाए कि मुझे क्षमा करें, അതിന് വില കൊടുത്തെങ്കിലേ പറ്റത്തുള്ളൂ. और उसके लिए हमें मूल्य चुकाना पड़ेगा। ചില ആൾക്കാരോട് മിണ്ടുവാൻ, സഹകരിപ്പാൻ സ്വല്പം ബുദ്ധിമുട്ടുണ്ട്. कुछ लोगों के साथ बात करना, उनके साथ कुछ काम करना, आगे बढ़ना बड़ा मुश्किल होता है। പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജഡത്തെ പടച്ചെങ്കിലേ അത് പറ്റത്തുള്ളൂ. लेकिन हमारे शरीर को जब तक हम बंद ना कर दें, तब तक उनके साथ काम नहीं कर पाएंगे। എന്ന് പറഞ്ഞാൽ ആരോടും പിണക്കമില്ലാത്തവർ കൈപൊക്കാൻ പറഞ്ഞാൽ പൊക്കാനുള്ള പ്രാഗൽഭ്യം നമ്മൾ ഉണ്ടാക്കണം. इसका मतलब ये है कि अगर कोई पूछे कि क्या यहाँ पर कोई है जिसके किसी से झगड़ा नहीं है, तो हाथ उठाने लायक हम होने पाए। ഒരിക്കലും ഒരു ദൈവദാസൻ ഞങ്ങളുടെ ചർച്ചയിൽ വന്നു. एक बार एक प्रभु का दास हमारी कलीसिया में आया അദ്ദേഹം ഇങ്ങനെ ചോദിച്ചായിരുന്നു, ആരോടും പിണക്കമില്ലാത്തവർ കൈപൊക്കാൻ. और उन्होंने पूछा कि कोई ऐसा है जिसने किसी के साथ कोई झगड़ा नहीं रखता है, എന്റെ കൈ ഉൾപ്പെടെ ആരുടെയും കൈ അവിടെ പൊങ്ങിയില്ല. और किसी का भी हाथ वहां पर नहीं उठा। പക്ഷെ അന്ന് ഞാനൊരു തീരുമാനമെടുത്തു. लेकिन उस दिन मैंने निर्णय लिया, ഇനി ആരെങ്കിലും ഇങ്ങനെ ചോദിച്ചാൽ अगर आज से कोई मेरे से पूछे, എന്റെ കൈ പൊക്കണമെന്ന്. मैं हाथ को उठाने पाऊं। പ്രൈസ് ദി ലോർഡ്. हालेलुया। അതുകൊണ്ട് इसीलिए ഒത്തിരി താന്ന്, ഒത്തിരി ക്ഷമിച്ച്, ഹല്ലേലൂയ, മറ്റുള്ളവരോട് ഒന്ന് പിണങ്ങാതിരിക്കാൻ നോക്കും. അഥവാ എന്തെങ്കിലും പിണക്കത്തിന്റെ അനുഭവം ഉണ്ടായാൽ ക്ഷമ പറയാനും അല്ലെങ്കിൽ അവരുമായി സഹകരിക്കാനുമുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കും. और बहुत नम्रता के साथ आगे बढ़ने पाए। अगर किसी प्रकार से किसी से कोई झगड़ा हो जाता है, उसको सुलझाकर आगे बढ़ने की कोशिश करें। പ്രൈസ് ദി ലോർഡ്. हालेलुया। ഇന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഒരു തീരുമാനം എടുത്തിട്ട് പോകണം. और जो आज यहाँ पर बैठे हैं वो सब एक निर्णय लेके जाने पाए, ഞാൻ ആരോടും പിണങ്ങിയിരിക്കില്ല. मैं किसी से झगड़ा नहीं रखूंगा। പ്രൈസ് ദി ലോർഡ്. എന്തിനെന്ന് ചോദിച്ചാൽ നമുക്ക് സ്വർഗ്ഗത്തിൽ പോകുവാൻ. और ये इसलिए बोला जाता है क्योंकि हमें स्वर्ग जाना है। കർത്താവ് പറഞ്ഞു, നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിക്കാഞ്ഞാൽ സ്വർഗ്ഗസ്ഥനായ പിതാവ് നിങ്ങളോടും ക്ഷമിക്കുകയില്ല. जैसे तुम दूसरों को क्षमा करते हो, वैसे ही परमेश्वर तुम्हें स्वर्ग से क्षमा करता है। ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഞാൻ 2 മാസം മുമ്പ് മൂന്നാറിൽ ഇതുപോലെ ഒരു മീറ്റിംഗ് നടത്തിയപ്പോൾ ഈ വിഷയം എടുക്കുവാനിടയായിരുന്നു. और इस प्रकार कुछ 2 महीने पहले मुनार में एक केरल की एक जगह में इस विषय को मैंने प्रचार किया। മീറ്റിംഗ് കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ और जब मीटिंग समाप्त होने के बाद जब मैं बैठा हुआ था, ഒരു സഹോദരി എന്റെ അടുക്കൽ വന്നു. एक बहन मेरे पास आई। ഞാൻ പറഞ്ഞതെല്ലാം അംഗീകരിച്ചു. उन्होंने जो मैंने बोला सब कुछ उन्होंने अंगीकार किया। ഒരു കാര്യം മാത്രം എന്നെ കൊണ്ട് പ്രയാസമാണ്. और वो कहते हैं कि एक ही बात मुझे बिल्कुल बहुत मुश्किल हो रहा है। ആ പുള്ളിക്കാരുടെ അമ്മായിയമ്മയുമായിട്ട് സഹകരിക്കാൻ പറ്റത്തില്ല. मेरी सास के साथ मैं बिल्कुल भी जो हूँ उनके साथ सहमत नहीं हो सकती। ഞാൻ പറഞ്ഞു സ്വർഗ്ഗത്തിൽ പോകാനും കഴിയത്തില്ലെന്ന്. तो मैंने कहा कि तो फिर तुम स्वर्ग भी नहीं जा पाओगे। എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിക്കണമെന്ന്. सबके साथ मेल मिलाप के साथ पवित्रता को प्राप्त करो। നമ്മുടെ അനേകമായ പാപങ്ങൾ, കുറവുകൾ കർത്താവ് നമ്മളോട് ക്ഷമിക്കണമെങ്കിൽ अगर परमेश्वर से हम चाहते हैं कि वो हमारे बहुत पापों को, हमारी कमियों को क्षमा करे, നമ്മളും മറ്റുള്ളവരോട് ക്ഷമിക്കുന്നവരായിരിക്കണം. तो हम भी दूसरों के प्रति क्षमा रखने वाले होने पाए। അവരുടെ ഗുണം കൊണ്ടല്ല നമ്മൾ ക്ഷമിക്കേണ്ടത്. और उनके अच्छे कामों के कारण हमें क्षमा नहीं करना है।
നമ്മൾക്ക് സ്വർഗത്തിൽ പോകേണ്ടതുകൊണ്ട്, क्योंकि हमें स्वर्ग में जाना है, इसलिए उन्हें क्षमा करें। നമുക്ക് ഈ വചനം അനുസരിക്കേണ്ടതുകൊണ്ട്, क्योंकि ये वचन हमें सुनना है और स्वीकार करना है, അതുകൊണ്ട് നമ്മൾ ക്ഷമിച്ചേ മതിയാകും. इसीलिए हमें क्षमा करना ही है। ചിലർ പറയും എന്നോട് അത് പറഞ്ഞു, എന്നോട് അങ്ങനെ ചെയ്ത് ഞാൻ എങ്ങനെ ക്ഷമിക്കുവാൻ. और कुछ लोग कहते हैं कि मुझसे ऐसे बोला, मुझसे वैसे बोला, मैं कैसे क्षमा करूं? Praise the Lord. हालेलुया। ഹല്ലേലൂയ. നമ്മുടെ ചില സമയത്തെ കോപം, और हमारे कुछ समय का क्रोध, ചില സമയത്തെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാതെ വരുമ്പോഴാണ് വഴക്ക്, അടി, കൊലപാതകം, ഡൈവോഴ്സ് ഇതെല്ലാം ഉണ്ടാകുന്നത്. जब हम अपने आप में कुछ समय को नियंत्रण नहीं रख पाते, तब इस प्रकार का झगड़ा और डिवोर्स, तलाक, इस प्रकार की बातें हमारे जीवन में आती हैं। നമ്മൾ കോപിച്ചിരിക്കുമ്പോൾ ഒരിക്കലും ഒരു ഡിസിഷൻ എടുക്കരുത്. और जब हम गुस्से में होते हैं, तब हम कभी भी किसी निर्णय को लेने ना पाए। നമ്മുടെ മനസ്സ് ചൂടാകുന്ന അനവധി അനുഭവങ്ങൾ നമ്മുടെ മുമ്പിൽ കടന്നു വരാം. और जब हमारे दिल में फिर बहुत प्रकार से गुस्सा या चोट पहुंचने के अनुभव आते हैं, ആ സമയത്ത് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ നെഗറ്റീവ് ആയിരിക്കും. तो उस समय जो भी निर्णय हम लेते हैं तो बहुत नकारात्मक होते हैं। 23-ാം സങ്കീർത്തനത്തിൽ ദാവീദ് ഇങ്ങനെ പറയുന്നു, भजन 23 में दाऊद इस प्रकार कहता है അവൻ എന്റെ പ്രാണനെ തണുപ്പിക്കുന്നു. कि उसने मेरे प्राण को ठंडक दी है। പ്രാണനെ തണുപ്പിക്കണമെങ്കിൽ പ്രാണൻ ചൂടാകണമല്ലോ. और प्राण को अगर ठंडा करना है तो इसको गर्म भी होना पड़ेगा पहले। നമ്മുടെ പ്രാണൻ ചൂടാകുന്ന ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടാകും. और हमारा दिल, हमारा मन इस प्रकार जो गर्म होने के बहुत सारे अनुभव होते हैं। ഒരു ആശുപത്രി പോയാലും പ്രാണൻ തണുക്കത്തില്ല. तो फिर कैसी भी अस्पताल में क्यों ना चले जाएं, हमारा मन ठंडा नहीं होता। പ്രാണനെ തണുപ്പിക്കുന്ന ഒരിടമേ ഉള്ളത് കർത്താവിന്റെ और സന്നിധിയാണ്. मन को अगर ठंडा करना है तो केवल प्रभु की उपस्थिति में है। മുട്ടുമടക്കി നമ്മുടെ ഭാരം, നമ്മുടെ പ്രയാസം, നമ്മുടെ വേദന നമ്മുടെ കർത്താവിനോട് പറയുമെങ്കിൽ കർത്താവ് നമ്മളെ ക്ഷമിപ്പാൻ തക്കവണ്ണം. घुटनों पे आकर गिड़गिड़ाते हुए प्रभु के सामने रोएंगे, क्षमा मांगेंगे, तो प्रभु हमें क्षमा करने पाएगा। കർത്താവേ എനിക്ക് പ്രതിസന്ധിയെ തരണം ചെയ്യുവാനുള്ള കൃപ എനിക്ക് തരണമെന്ന്. हे प्रभु, मुझे इस अवस्था को खड़े होकर चुनौती के साथ खड़े रहने के लिए मेरी सहायता कर। എന്റെ ഈ പ്രശ്നത്തിന് പരിഹാരം കർത്താവ് ഒരുക്കി തന്നാട്ടെ. प्रभु जी, इस परिस्थिति के प्रति आप मुझे एक समाधान दे दें। നമ്മൾ ദൈവസന്നിധിയിൽ മുട്ടുമടക്കി കരയുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ, നമ്മുടെ പ്രാണൻ തണുക്കുവാനായിട്ട് ഇടയായി. और जब प्रभु की उपस्थिति में बैठ के हम प्रार्थना करते हैं तो हमारे मन को प्रभु ठंडक देगा। ഉചിതമായ തീരുമാനം എടുക്കുവാനുള്ള ആലോചന ദൈവം നൽകി തരുവാനിടയായി. और सही प्रकार का निर्णय हमारे दिल में लेने के लिए प्रभु सहायता करेगा। ചിലരെ കൊല്ലണമെന്നും തല്ലണമെന്നുമുള്ള ചിന്തകൾ മാറിപ്പോകുവാനിടയായി. और कुछ लोगों को मारना है, कुछ लोगों को हमें उनकी जान लेनी है, इस प्रकार की जो चिंताएं आती हैं वो हट जाएंगी। അതുണ്ടാകണമെങ്കിൽ ദൈവസന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിച്ചെങ്കിലേ. और अगर ऐसा होना है तो प्रभु की उपस्थिति में घुटने टेक कर प्रार्थना करें। നമ്മൾ അഭിമുഖീകരിക്കുന്ന വിഷയത്തിന്മേൽ വിടുതൽ വേണമെങ്കിൽ ദൈവസന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുക. जो समस्या से हम होकर गुजर रहे हैं तो उसके प्रति घुटने टेक कर प्रार्थना करें। ലോകപ്രകാരമുള്ള മനുഷ്യൻ തീരുമാനിക്കുന്നത് പോലെ ചിന്തിക്കുന്നത് പോലെയുമല്ല ഒരു ദൈവ പൈതൽ മുന്നോട്ട് പോകേണ്ടത്. और जिस प्रकार दुनिया के लोग कार्यों को करते हैं, निर्णय लेते हैं, वैसा परमेश्वर के लोग ना करने पाए। നമ്മളെ ലോകത്തിൽ നിന്ന് ദൈവം എടുത്തിരിക്കുകയാണ്. और इस दुनिया से प्रभु ने हमें अलग किया है। നമ്മൾ ലോകക്കാരല്ല ഇപ്പോൾ. और हम इस दुनिया के लोग नहीं हैं। നമ്മൾ വേദപുസ്തക കർത്താവിന്റെ മക്കളായി ജീവിക്കുന്നവർ. और हम इस बाइबल के हिसाब से परमेश्वर के बच्चे होकर जीवन बिताते हैं। നമ്മൾ പ്രിയ മക്കളാണ്. और हम परमेश्वर के प्रिय संतान हैं। Praise the Lord. हालेलुया। ഹല്ലേലൂയ. Hallelujah. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. प्रभु के नाम की महिमा हो। മത്തായിയുടെ സുവിശേഷം 5-ാം വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ കാണുന്നു, मत्ती उसका 5:19 जब हम पढ़ते हैं, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. इसलिए कि जो शांति को लेकर आते हैं वो परमेश्वर की संतान कहलाए जाएंगे। Praise the Lord. Hallelujah. നമ്മൾ സമാധാനം ഉണ്ടാക്കുന്നവരായിരിക്കണം. हम शांति बनाने वाले होने पाए। ചിലർക്ക് വഴക്കുണ്ടാക്കാനേ അറിയത്തുള്ളൂ. कुछ लोगों को केवल झगड़ा करना और करवाना ही आता है। നമ്മൾ പക്ഷെങ്കിൽ ദൈവമക്കളാണെങ്കിൽ ആകണമെങ്കിൽ എങ്ങനെയായിരിക്കണം? സമാധാനം ഉണ്ടാക്കുന്നവരായിരിക്കണം. लेकिन अगर हम प्रभु के जन हैं तो हम शांति बनाने वाले होने पाए। നമ്മൾ വായിക്കുന്ന എല്ലാവരോടും സമാധാനം ആചരിക്കണമെങ്കിൽ നമ്മൾ സമാധാനം ഉണ്ടാക്കുന്നവരാകണം. और अगर सबके साथ हमें शांति बनाए रखनी है तो हम शांति बनाने वाले होने पाए। സമാധാനം ഉണ്ടാക്കണമെങ്കിൽ ഒന്നാമത് വേണ്ടത് ക്ഷമയാണ്.
और अगर शांति बनाए रखनी है तो सबसे पहले हमारे अंदर धीरज होना चाहिए। Praise the Lord. Amen. Hallelujah. Hallelujah. ദൈവമക്കളായി ജീവിപ്പാൻ और प्रभु के जन होकर संतान होकर जीवन बिताना നമ്മുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ കാണപ്പെടുവാൻ और हमारा नाम जो है जीवन की पुस्तक में पाया जा सके നമ്മൾ ദൈവസന്നിധിയിൽ കാണപ്പെടും സ്വർഗത്തിൽ അവകാശികളായി തീരുവാൻ और जो स्वर्ग हमें मिल पाए നമ്മൾ ആത്മാവിന്റെ ഫലമുള്ളവരായി ജീവിച്ചെങ്കിലേ മതിയാകും. तो केवल आत्मा के फल से जब तक हम नहीं जिएंगे तब तक ऐसा नहीं होगा। ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ എന്തിനാ സ്നാനപ്പെടുന്നത്? हम किस प्रकार बपतिस्मा लेते हैं? റോമാലേഖനം 6-ാം അധ്യായം 3-ാം വാക്യം വായിക്കുമ്പോൾ रोमियो उसका 6 का 3 जब पढ़ते हैं യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? क्या जो बपतिस्मा हमने लिया है वो यीशु की मृत्यु में लेकर हम आगे बढ़े हैं, क्या ये हम नहीं जानते? അതിന്റെ 5-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, उसकी 5वीं आयत बताती है അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോടെ ഏകീഭവിച്ചവരായെങ്കിൽ और जब उसके मृत्यु के सदृश में हम हो चुके हैं അവന്റെ പുനരുത്ഥാനത്തിന്റെ സാദൃശ്യത്തോടും तो ഏകീഭവിക്കും. उसके पुनरुत्थान के सदृश में भी हम उठ जाएंगे। Praise the Lord. Hallelujah. ഹല്ലേലൂയ. ആ പുനരുത്ഥാനം ലഭിക്കുവാനായിട്ടാണ് നമുക്ക് വീണ്ടും ജനനം उस ആവശ്യമായത്. पुनरुत्थान को प्राप्त करने के लिए हमें मन फिराना, दूसरा जन्म जरूरी है, അതിന് സ്നാനം ആവശ്യമാണ്. उसके लिए बपतिस्मा जरूरी है, നമ്മൾ ദൈവവചനം വായിക്കേണ്ടത് उसके लिए ആവശ്യമാണ്. प्रभु का वचन पढ़ना जरूरी है, ദൈവവചനം വായിച്ച് അതുപ്രകാരം ജീവിക്കേണ്ടത് प्रभु ആവശ്യമാണ്. का वचन पढ़कर उसके हिसाब से जीना जरूरी है। ആത്മാവിന്റെ ഫലങ്ങളുള്ളവരായിട്ട് മുന്നോട്ട് പോകാൻ നമുക്കിടയാകണം. आत्मा के फल के हिसाब से आगे बढ़ने वाले होने पाए। ജഡത്തിന്റെ സ്വഭാവങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. शरीर के काम हमने देख लिए हैं, समझा है। നമ്മൾക്ക് ഈ ജഡത്തിന്റെ പ്രവർത്തികളെ നമ്മൾ ക്രൂശിക്കണം. അതുകൊണ്ട് പൗലോസ് പറയും ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോട് കൂടി ക്രൂശിക്കണം. इसलिए पौलुस कहता है कि जो शरीर की अभिलाषाएं हैं, इच्छाएं हैं, उनको मैं क्रूसित करता हूं। ആത്മാവിൽ ജീവിക്കുമ്പോൾ നമുക്ക് ക്ഷമിക്കുവാനായിട്ട് കഴിയും. और जब हम आत्मा में जीवन बिताते हैं तो हम दूसरों को क्षमा कर पाएंगे, മറ്റുള്ളവരെ സ്നേഹിക്കാനായിട്ട് കഴിയും. तो दूसरों से प्रेम रख पाएंगे। Praise the Lord. हालेलुया। ഹല്ലേലൂയ. हालेलुया। ദൈവത്തിന് സ്തോത്രം. നമ്മളിൽ ഒരു രൂപാന്തരം ഉണ്ടാകുവാനിടയായി. हमारे अंदर एक परिवर्तन आने पाए പുതിയ സൃഷ്ടിയാകുവാൻ നമുക്ക് और एक नई सृष्टि बनने पाए। ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകും. जो मन- പഴയത് കഴിഞ്ഞുപോയി. जो मसीह में है वो एक नई सृष्टि है और पुरानी बातें बीत चुकी हैं। ചിലര് പറയുന്നത് എന്റെ ഫാദറും ഗ്രാൻഡ് ഫാദറും ഒക്കെ ഭയങ്കര കോപികളാണ്, അത് തന്നെ എനിക്ക് കിട്ടിയത്. और कुछ लोग कहते हैं कि मेरे पिता और मेरे दादा को बहुत गुस्सा आता था, वही मुझको भी आदत लग गई है। പഴയതെല്ലാം ക്രിസ്തുവിലാകുമ്പോൾ പഴയതെല്ലാം तो मसीह में है तो पुरानी बातें बीत गई। Praise the Lord. हालेलुया। അത് കഴിയണം, അല്ലെങ്കിൽ അതിനെ കഴിക്കണം. या तो वो दूर हो जाए या उसको बिल्कुल हटा दे, അതിനെ ക്രൂശിക്കണം. उसको क्रूसित करना है, ഇല്ലെങ്കിൽ ദൈവരാജ്യത്തിൽ പോകാൻ പറ്റത്തില്ല. वरना हम स्वर्ग राज्य में प्रवेश नहीं कर पाएंगे। വിവിധ വീര്യപ്രവർത്തികൾ ചെയ്തവര്, बहुत बड़े बड़े महान कामों को अंजाम दिए हुए പ്രവചിച്ചവര്, और भविष्यवाणी किए हुए, അവരെ അറിയുന്നില്ലെന്ന് കർത്താവ് പറയുമ്പോൾ और प्रभु कहता है कि मैं उन्हीं को नहीं जानता। നമ്മളാണെങ്കിൽ അവര് കർത്താവിന്റെ വിലയേറിയ ദാസന്മാര്, എന്തൊരു കൃപയാണ്. ആ പ്രവചനമൊക്കെ ഒന്ന് കേൾക്കണം. പച്ചില് കർത്തൃയം പോലുള്ളത് എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്നവരെ കർത്താവ് പറയാണ് നിങ്ങളെ അറിയുന്നില്ല. जिनके बारे में हम बड़ा चढ़ा के बोलते हैं, उनके बारे में प्रभु कहता है कि मैं उन्हें नहीं जानता। ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് പ്രസംഗമല്ല, ചില പ്രവർത്തികളല്ല, അത് ജീവിതമാണ്. और मसीही जीवन जो है वो प्रचार नहीं है, कुछ काम नहीं है, लेकिन हमारा जीवन खुद है। ഇവിടെയുള്ള ദൈവങ്ങളെ പ്രസാദിപ്പിക്കാൻ എന്തെങ്കിലും നേർച്ച കാഴ്ചകൾ കൊടുത്താൽ മതി, അല്ലെ ഉള്ളുവോ വെള്ളുവോ തലമുടി കൊടുക്കുകയോ എണ്ണ കൊടുക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ ഇവിടെ ഒത്തിരി ദൈവങ്ങളുണ്ട്, അവർ പ്രസാദിക്കും. और यहाँ के तो लोगों को, देवताओं को अगर प्रसन्न करना है तो कुछ काम कर दो, कुछ इस प्रकार सौंप दो, कुछ अपने शरीर में कर दो तो वो खुश हो जाते हैं। ഈ പ്രമാണം തന്ന ദൈവത്തെ അങ്ങനെ പ്രസാദിപ്പിക്കാൻ കഴിയും. लेकिन ये पवित्र शास्त्र जिस परमेश्वर ने दिया है उसको ऐसे कामों से हम खुश नहीं कर सकते। ഇത് നമ്മൾ അനുസരിച്ച് ജീവിക്കുന്നവരാകണം. इसको हम सुनकर सीख कर अच्छे से जीवन बिताने वाले हो सके। മീഖയുടെ പുസ്തകം 6-ാം അധ്യായം 7-8
8 വാക്യം വായിക്കുമ്പോൾ मीका में उसका 6वां अध्याय उसका 7 और 8 जब हम पढ़ते हैं, മനുഷ്യ ഞാൻ നല്ലത് എന്തെന്ന് കാണിച്ചു തന്നിരിക്കുന്നു. मनुष्य मैंने तुझे दिखाया है कि अच्छा क्या है ന്യായം പ്രവർത്തിപ്പാനും और सही रूप से चल कार्य करना ദയാതൽപരനായിരിക്കാനും और दया दिखाने वाला, നിന്റെ ദൈവത്തിന്റെ സന്നിധി താഴ്മയോടെ നടക്കുവാനല്ല ദൈവം എന്താകുന്നു ചോദിക്കുന്നത്. परमेश्वर के सामने नम्रता के साथ चलना ന്യായം പ്രവർത്തിക്കുന്നവരായി और सही कार्य करने वाला, न्याय करने वाला ദയാതൽപരായിരിക്കണം. और दया दिखाने वाला ദൈവത്തിന്റെ സന്നിധി താഴ്മയോടെ और നടക്കുന്നവരായി परमेश्वर के प्रति नम्रता के साथ चलने वाला. നമ്മുടെ സ്വഭാവത്തിനാണ് മാറ്റം ഉണ്ടാകേണ്ടത്. हमारे स्वभाव में, आदतों में बदलाव आना है. യാക്കോബ് പള്ളി പോയവർ പെന്തിക്കോസ് പള്ളി വന്നുകൊണ്ട് രക്ഷപ്പെടുമെന്ന് വിചാരിക്കട്ടെ. और किसी और कलीसिया में जाते थे, आप पेंतिकोस कलीसिया में आ गए इसलिए आप बच नहीं गए. മറ്റു സഭയെന്നോ സമുദായത്തിൽ നിന്നോ ഈ പള്ളി വന്നതുകൊണ്ട് നമുക്ക് രക്ഷയില്ല. दूसरी किसी और कलीसिया से, किसी झुंड से आप यहाँ पर आ गए हैं इसलिए आप बच नहीं गए. നമ്മളിലാണ് മാറ്റം ഉണ്ടാകേണ്ടത്. मेरे अंदर, हमारे अंदर बदलाव आना है. ദൈവം കൈനോട് പറഞ്ഞു, और परमेश्वर ने काइन से बोला, പാപം നിന്റെ വാതിൽക്കൽ കിടക്കുന്നു, पाप तेरे तेरे दरवाजे पर खटखटाता है, നീയോ അതിനെ ജയിക്കേണ്ടതാകുന്നു. तुझे तो उस पर जीत पानी है. പാപം നമ്മുടെ വാതിൽക്കൽ കിടക്കും. और पाप जब हमारे दरवाजे पर है, നമ്മൾ അതിനെ ജയിച്ച് ജീവിപ്പാൻ हमें उस पर നോക്കിയിടയായി. जीत पाकर जीवन बिताना है. എന്തെങ്കിലും ജീവിതത്തിൽ കുറവുകൾ ഉണ്ടായാൽ हमारे जीवन में कोई भी कमी क्यों ना आए, ദൈവസന്നിധിയിൽ ഇരുന്ന് കരഞ്ഞ് और प्रभु की उपस्थिति में रोते हुए നീതീകരണം പ്രാപിക്കുവാൻ, और उसमें हम धार्मिक ठहराए जाएं, ശുദ്ധീകരണം പ്രാപിക്കുവാൻ पवित्र ठहराए जाएं, നമുക്ക് ഓരോരുത്തർക്കും ഇടയാകട്ടെ. हम अपने आप को समर्पित करने पाएं. പണ്ട് സഹോദരങ്ങൾ തമ്മിൽ ഒരു പിണക്കമുണ്ടായാൽ और अगर किसी भाइयों के बीच में झगड़ा हो जाए, അവര് ഇണങ്ങുമ്പോൾ അല്ലെങ്കിൽ ഇണങ്ങാനായിട്ട് ശ്രമിച്ച് ഇണങ്ങുമ്പോൾ വളരെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ് ഒരു മാനസാന്തരത്തിന്റെ അനുഭവം ഉണ്ടാകാറുണ്ടായി. और जब पहले ऐसा होता था तो जब वो आपस में सुलझा लेते थे तो वो गले मिलकर बड़े प्रेम के साथ वो आगे बढ़ते थे. ഇപ്പൊ അതൊന്നും ഒരു പാപമല്ലാതായിരിക്കും. और अब तो वो कोई पाप के रूप में देखता भी नहीं है. എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിക്കാൻ ഉത്സാഹിക്കേണ്ട വിഷയമാണ്. और सबके साथ मेल मिलाप रखना है और उसके प्रति उत्साह रखना है. അല്ലെങ്കിൽ കർത്താവിനെ കാണാൻ പറ്റത്തില്ല. वरना हम प्रभु को नहीं देख पाएंगे. 15ാം സങ്കീർത്തനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ടല്ലോ, और 15वें भजन में इस प्रकार हम देखते हैं, യഹോവേ നിന്റെ കൂടാരത്തിൽ ആർപ്പാർക്കും, हे परमेश्वर तेरे भवन में कौन वास करेगा, നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർപ്പാർക്കും. तेरे उस पवित्र स्थान में कौन वास करेगा. നിഷ്കളങ്കനായി നടന്ന് और जो बिना किसी कलंक से चला हो നീതി പ്രവർത്തിക്കുന്നു, और धार्मिक रूप से चला हो, ഹൃദയപൂർവ്വം സത്യം സംസാരിക്കും. पूरे हृदय से सच बोलने वाला हो. സ്വർഗത്തിൽ എല്ലാവർക്കും കേൾക്കാൻ പറ്റത്തില്ല. और स्वर्ग में इस प्रकार नहीं जा पाए. നമുക്ക് എല്ലാവർക്കും സ്വർഗത്തിൽ പോകുവാൻ പറ്റണം. और हम लोग को स्वर्ग में जाने के लिए जब तैयारी है, വഴി ദൈവം നമുക്ക് കാണിച്ചു തന്നു. परमेश्वर ने हमें इस मार्ग दिखाया है. അത് നമുക്ക് നഷ്ടമായി പോകാൻ ഇടയാകരുത്. ये हम खोने ना पाए ദൈവരാജ്യത്തിൽ എല്ലാവരും കാണപ്പെടുവാൻ തക്കണം. और ये इच्छा हो कि हम स्वर्ग के राज्य में पाए जाएं. ദൈവം നമ്മളെ സഹായിക്കട്ടെ. परमेश्वर हमें आशीष दे. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. इस वचनों के द्वारा प्रभु आपको आशीष दे. आमेन. हालेलुया. आइए